നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ക്രൈബസ് ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ആദ്യം ഫയൽ ന്യൂ കൊടുക്കുന്ന സമയത്ത് വരുന്ന ചില ഓപ്ഷൻസ് നമ്മൾ ആദ്യം കാണിച്ചായിരുന്നു. അതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഡിഫോൾട്ട് യൂണിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചിലപ്പോൾ ഇഞ്ചായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിലായിരിക്കും എല്ലാ ഡീറ്റെയിൽസും വരിക. അപ്പോൾ അത് MM-ലാക്കിയിടുന്ന അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ നിങ്ങൾക്ക് ആക്കിയിടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫയൽ തുറന്നു വരുന്ന സമയത്ത്, ഇപ്പോൾ സ്ക്രൈബസ് ക്ലോസ് ചെയ്യാൻ ഞാൻ സ്ക്രൈബസ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ വരുന്ന വിൻഡോക്കകത്ത് നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ്, ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ബൊക്ക, അതുപോലെ തന്നെ ബ്രോഷർ, അതുപോലെ കവർ എന്നൊക്കെ പറഞ്ഞ പല ഓപ്ഷൻസ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രം മാറ്റിയാൽ മതി. ഇങ്ങനെയുള്ള കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റിനെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. നമുക്ക് സ്വന്തമായി ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കാനൊക്കെ കഴിയും. അതിൽ ഓപ്പൺ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻ്റ് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഏത് കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്താണ് അവിടെ ഓപ്പൺ ചെയ്തെടുക്കാനുള്ള സാധനമാണ്. ഓപ്പൺ റീസെൻറ്റിൽ നമുക്ക് മുമ്പ് തുറന്ന ഫയൽസോടെ കാണിക്കും. .SLA എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ അവസാനിക്കുന്നത്. അപ്പോൾ ഇൻഡിസൈൻഡ് ആണെങ്കിൽ .INDD, ഫോട്ടോഷോപ്പ് ആണെങ്കിൽ PST, അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ ആണെങ്കിൽ AI എന്നൊക്കെ പറയുന്ന പോലെ SLA എന്ന് പറയുന്ന രീതിയിലാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ടെസ്റ്റ് എന്നുള്ള സാധനത്തിലാണ് സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അതിന് ഫയലിൽ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊതുവേ എല്ലാ ഡോക്യുമെൻറ്റിനും ഒരേ സംഗതികൾക്ക് പ്രിഫറൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് ഒന്നുമില്ലാത്ത സ്ഥലത്ത് ചെയ്യുന്നതാണ്. ആദ്യം പോയിട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഈ പ്രിഫറൻസിനകത്ത് പോയാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഒന്ന് യൂസർ ഇൻ്റർഫേസ് ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ തീംസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഐക്കൺ സെറ്റുകൾ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വിൻഡോസിൽ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ധാരണയില്ല. വിൻഡോസിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അധികം. എൻ്റെ സ്ഥിരമായത് ലിനക്സ് ആയതുകൊണ്ട് ഇതിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ലിനക്സുമായി ബന്ധപ്പെട്ട തീംസാണ് ഇതിലുണ്ടാവുക. വിൻഡോസിൽ എങ്ങനെയാണെന്നുള്ളത് വിൻഡോസിൽ ചെയ്ത് നോക്കുന്നവരൊന്ന് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടാൽ നന്നാവും. അതുപോലെ സിസ്റ്റം ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണമെങ്കിൽ നമുക്ക് മലയാളം ആക്കുമ്പോൾ ഈ ഫയൽ എഡിറ്റ് മെനു എന്നുള്ളതൊക്കെ മലയാളത്തിലാവും. ഒരുപാട് ഭാഷകളുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ സ്റ്റോറി എഡിറ്റർ എന്ന് പറയുന്നതിൻ്റെ ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സ്റ്റോറി എഡിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നലെ കാണിച്ചില്ല, ഇവിടെ ഈ കാണുന്ന ടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ സംഗതിയാണ്. ഓക്കെ, ഇതിനകത്ത് സ്റ്റാർട്ടപ്പിനകത്ത് നിങ്ങൾക്ക് സ്പ്ലാഷ് സ്ക്രീൻ, അതായത് 1.5.8 കാണിക്കുന്ന ആ ഒരു സാധനം വേണോ വേണ്ടയോ എന്നുള്ള സംഗതികളൊക്കെയാണ്. ഇതിലത്രയേ ഉള്ളൂ. ഇനി അടുത്തത് പാത്സ് ആണ്. പാത്സിനകത്ത് ടെംപ്ലേറ്റിൻ്റെ ഫോൾഡർ എവിടെയാണ്, ഡോക്യുമെൻറ്റ്സ് എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വിശദമായിട്ടത് നമുക്ക് കവർ ചെയ്യാം. അടുത്ത കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഇതിലുണ്ട്. Ctrl+N, Ctrl+S തുടങ്ങിയിട്ടുള്ള പല ഷോർട്ട് കട്ടുകളുണ്ട്. ഞാൻ അതിന് മുമ്പ് ചിലത് ചെയ്തുകൊണ്ട് റീസെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ പുതിയ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹൈഫനേറ്റ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാസിൽ പോയിട്ട് ഹൈഫനേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഹൈഫനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഹൈഫനേഷൻ സെർച്ച് ചെയ്യുക. ഹൈഫനേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഹൈഫനേറ്റ് ടെക്സ്റ്റ് ഒരു ഓപ്ഷൻ കണ്ടോ, എക്സ്ട്രാസിൽ ഹൈഫനേഷൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സെറ്റ് കീയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് കീ ആണോ അസൈൻ ചെയ്യാൻ പോകുന്നത് അത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് Ctrl+H ആണ്. അപ്പോൾ കൺട്രോൾ ഞെക്കി പിടിച്ച് H അമർത്തുന്നു. അപ്പോൾ അതവിടെ ഡിഫൈൻ ആയി. ഡീഹൈഫനേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും സെറ്റ് കീ എടുക്കുന്നു, Shift+Ctrl+H ഞാൻ അവിടെ അസൈൻ ചെയ്യുന്നു. ഇനി നമുക്ക് Ctrl+H, Ctrl+Shift+H വെച്ചിട്ട് ഹൈഫനേറ്റും ഡീഹൈഫനേറ്റും ചെയ്യാം. എക്സ്ട്രാസിൽ പോയി ഹൈഫനേറ്റ് ഞെക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇവിടെ എത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം ക്വിറ്റാവും. അത് നമുക്ക് ചെക്കിംഗ് ഒക്കെ ഇതിന് ശേഷം ചെയ്യാം. ഞാൻ വീണ്ടും പ്രിഫറൻസിലേക്ക് പോകുന്നു. ഡോക്യുമെൻറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ മലയാളമാക്കിയിടാം. അതായത് നമ്മൾ മലയാളത്തിലല്ലേ കൂടുതൽ വർക്ക് ചെയ്യുന്നെങ്കിൽ മലയാളമാക്കിയിടാം ലാംഗ്വേജ്. അതുപോലെ ലേഔട്ട് സിംഗിൾ പേജാണോ ഫേസിംഗ് പേജാണോ, മാർജിൻ കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് എത്ര മാർജിനാണ് വരേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് 14 എന്നുള്ളത് ഞാൻ 20 ആക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീട് നമ്മൾ ഏതൊരു പുതിയ ഡോക്യുമെൻ്റ് ഓർക്കുമ്പോഴും ഇത് 20 തന്നെ കിടക്കും. അതാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി പേജ് സൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ പേജ് സൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് A4, A5 ലെറ്റർ എന്നൊക്കെ കാണുന്നുള്ളൂ. ഇതിന് പുറമെ വേറെ എന്തെങ്കിലും അഡീഷണൽ, ശരിക്കും A5 ഇവിടെ ഉണ്ടാവില്ല, അത് ഞാൻ പിന്നീട് ആഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ A4 ലെറ്റർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു സൈസ് ഇതിലേക്ക് ഡിഫോൾട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിലില്ലാത്ത A2 ഇങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ A2 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, A2 എന്നൊരു ഓപ്ഷനും കൂടി കാണിക്കും. അങ്ങനെ ഏത് സാധനങ്ങളും അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസിനകത്ത് പേജ് സൈസ് എന്നുള്ളത്. അപ്പോൾ ആവശ്യമുള്ളതെടുത്ത് ഇങ്ങോട്ടേക്ക് നീക്കിയിടാം എന്നത് മാത്രം. ഓക്കെ, ഇനി ഗൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഗൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഗൈഡ് എന്ന് പറയുമ്പോൾ എന്താ മാർജിൻ കാണുന്നുണ്ട്, പിന്നെ നടുവിലൂടെ വരക്കുന്ന വരകൾ കാണും. നമ്മൾ 2 കോളമാക്കാൻ വേണ്ടിയിട്ട് ഗൈഡൊക്കെ വരയ്ക്കേണ്ടേ.
അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിലത്തെ പല ഓപ്ഷൻസാണ്. അപ്പോൾ അതിൻ്റെ എത്ര ഡിസ്റ്റൻസ് വേണം, അതുപോലെ തന്നെ അതിൽ സ്പേസിങ് എത്ര വേണം, ഇതൊന്നും നമ്മളൊന്നും മാറ്റാൻ നിൽക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്നുള്ളൂ. പിന്നെ പേജ് ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് കാണാൻ പറ്റും. ഗ്രിഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു പച്ച കുറേ വരകളാണ്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അതിൻ്റെ കളറുകൾ, ഓരോ ഗൈഡിൻ്റെ കളർ, മാർജിൻ്റെ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഐറ്റം ടൂൾസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ കട്ടയാണ് കാണാം. ഈ കട്ട കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ ഫോണ്ട് മാറ്റുമ്പോഴാണ് മലയാളത്തിൽ കാണാൻ കഴിയുക. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ മലയാളം വരുമെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോണ്ട് വേണം ഇവിടെ മാറ്റണം. അപ്പോൾ ഏരിയൽ എന്നുള്ളത് ഞാൻ പോയിട്ട് മഞ്ചരി റെഗുലർ എന്നാക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഫില്ല് കളർ, ഷെയ്ഡുകൾ അതൊന്നും നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. ഫിൽ കളർ എന്നുള്ള ഒന്നും വേണ്ട, ലൈൻ കളർ അങ്ങനെയൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ ഇത്രയും മാറ്റും. ഇനി ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫ്രീ സ്കെയിലിംഗ് എന്താണെന്നൊക്കെ അപ്പം മനസ്സിലാക്കാം. ഷേപ്പിൻ്റെ കളർ ഏത് വേണം, അത് എത്ര ഇത് പോളിഗൺ വരയ്ക്കുമ്പോൾ അതിൽ എത്ര റൊട്ടേഷൻ വേണം, എത്ര നമ്പർ ഓഫ് കോർണർ വേണം എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൽ നമ്മൾ എന്തായാലും ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ മഞ്ചരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട്, ഈ ഫോണ്ട് ഐറ്റം ടൂൾസിൽ ടെക്സ്റ്റിൽ ഫോണ്ട് മാറ്റി വെക്കുക എന്നുള്ളത്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ പുതിയൊരു ഫയൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഞാൻ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് പുതിയ ടെക്സ്റ്റ് ബോക്സ് വരക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്ത് മലയാളം അങ്ങ് ടൈപ്പ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നേരിട്ട് മലയാളം ടൈപ്പ് ആവുന്നുണ്ട്. എന്ത് വരുന്നില്ല? കട്ട വരുന്നില്ല. എന്തുകൊണ്ടത് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോണ്ട് ഡിഫോൾട്ട് മാറ്റി. ഇനി വിൻഡോസിൽ നമ്മൾ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് ചെയ്ത് ഇവിടെ കാണാം, മഞ്ചരി കിടക്കുന്നത് കാണാം, ഇവിടെ മലയാളം കിടക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി അത് ഈ പാരഗ്രാഫ് സ്റ്റൈലൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല, നമ്മൾ പുതിയ പാരഗ്രാഫ് സ്റ്റൈലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ സെറ്റിങ്സിൽ ചെയ്തിട്ടുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാം. ഒന്നും കൂടിയും പറയാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിഫറൻസിൽ പോകുന്നു, ഐറ്റം ടൂൾസിൽ പോകുന്നു, എന്നിട്ട് ഫോണ്ട് മാറ്റിയിട്ടില്ല. ആ ഫോണ്ടിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കാണാം. അപ്പോൾ എപ്പോഴും മലയാളം കോപ്പി ചെയ്യുമ്പോൾ കട്ട വരുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നീട് നിങ്ങൾ സ്വന്തമായി സെറ്റ് ചെയ്യുന്ന ഏത് ക്യാരക്ടർ സ്റ്റൈലോ പാരഗ്രാഫ് സ്റ്റൈലോ അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്നും എത്ര ഫോണ്ട് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത് അതിലും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇനി കളർ മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹൈഫണേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഹൈഫണേഷൻ സജഷൻസ് എന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഏതൊക്കെയും എക്സ്പ്രഷൻ ആയിട്ടുള്ള വേർഡുകൾ, ചില വേർഡുകൾക്ക് മാത്രം ഹൈഫണേഷൻ കൊടുക്കണ്ട. അതായത് ആ വാക്ക് മുറിയരുത്. ഇപ്പോൾ ഒരു വാക്കുണ്ട്, ആ വാക്ക് മുറിയേ ചെയ്യരുതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിൽ എക്സെപ്ഷനായിട്ട് ആഡ് ചെയ്ത് തരാം. ഇവിടെ സജഷൻ ഓൺ ആക്കിയിട്ടാൽ നമ്മൾ ഹൈഫണേറ്റ് കൊടുക്കുമ്പോൾ ഓരോ സജഷൻ ഇങ്ങനെ വന്നോട്ട് നമ്മൾ ഓരോന്ന് അപ്രൂവ് ചെയ്യാൻ നിൽക്കണം. അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ടെക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കളർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആക്ടിവേറ്റ് കളർ മാനേജ്മെൻറ്റ് കൊടുത്തപ്പോൾ CMYക്ക്, അതായത് പ്രിൻറ്റിലൊക്കെ പോകുന്ന കളറൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ കളർ മാനേജ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അത് ചെയ്തിടുക. പിന്നെ ഇതിനകത്ത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേയിൽ ഏതൊക്കെ കാണിക്കണം, റൂളർ കാണിക്കണോ, ടെക്സ്റ്റ് ചെയിനുകൾ കാണിക്കുന്നോ, എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സ്ക്രാച്ച് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേഔട്ട് ചെയ്യുന്ന ഭാഗമല്ലാണ്ട് പുറത്തേക്കുള്ള സ്ഥലങ്ങൾ അത് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിടാം ഒക്കെ ചെയ്യാം നമുക്ക്. പിന്നെ എക്സ്റ്റേണൽ ടൂൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ്സ്ക്രിപ്റ്റ് ഇൻ്റർപ്രറ്റർ എന്ന സാധനം, അതായത് GS, ഇത് വെച്ചിട്ടാണ് PDF-ൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ പലത് ഓപ്പൺ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വിൻഡോസിൽ ഇത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനോട് ലിങ്ക് ചെയ്യൊക്കെ വേണ്ടി വരും. ഇമേജ് തുറക്കേണ്ടത് ഏതിലാണ്, ഇമേജ് ഓപ്പൺ കൊടുത്താൽ ജിംബിനകത്ത് തുറക്കണം നമ്മുടെ പറഞ്ഞു കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ ഫോട്ടോഷോപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് സ്ഥലത്തേക്ക് വലിച്ചിട്ടിട്ട് വേറെ ഡോക്യുമെൻറ്റിൽ അങ്ങോട്ടേക്ക് വലിച്ചിട്ടാനൊക്കെയുള്ള സംഗതിയാണ്. അതൊക്കെ പിന്നീട് പറയാം. പ്രീഫ്ലൈറ്റ് വെരിഫയർ എന്ന് പറഞ്ഞാൽ PDF ആക്കുന്നതിന് മുമ്പ് ഒരുപാട് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. അതായത് എന്തെങ്കിലും മെസ്സി ആയിട്ടുണ്ടോ, എന്തെങ്കിലും empty ടെക്സ്റ്റ് ഫ്രെയിം കിടക്കുന്നുണ്ടോ, ഓവർഫ്ലോ കിടക്കുന്നുണ്ടോ, അതൊക്കെ ഏതൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ മിനിമം റെസൊല്യൂഷൻ ഇമേജ് കുറവുള്ള ഇമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് പ്രീഫ്ലൈറ്റ് വെരിഫയർ. അത് നമുക്ക് PDF ആക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം. ഇനി
ഇത്രയാണ് പ്രധാനപ്പെട്ട സെറ്റിങ്സിൽ വരുന്നത്. ബാക്കി അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളല്ല. അതിൽ കുറേ പ്ലഗിൻസ് ഉണ്ട്. പ്ലഗിൻസ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ എന്താ പറയുക, ബാർകോഡ് ജനറേറ്റ് ഉള്ള പ്ലഗിൻ ഉണ്ട്, കളർ വീലിൻ്റെ പ്ലഗിൻ ഉണ്ട്, അതുപോലെ കോറൽ ഡ്രോ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം, ഇൻഡിസൈനിൽ IDML നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതൊക്കെ എങ്ങനെയെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീടുള്ള വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ ഇൻഡിസൈനിൽ ഫയലുണ്ട്, ഇൻഡിസൈനിൽ ഫയൽ ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും കുറച്ച്, പക്ഷേ ഡയറക്റ്റ്ലി NDD പറ്റില്ല എന്നുള്ളൂ, XML ഫയലേ പറ്റുള്ളൂ. അങ്ങനെ SVG ഇമ്പോർട്ട് ചെയ്യാം, കോറൽ ഡ്രോ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? Ctrl+H എന്നുള്ള ഷോർട്ട് കീ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇനി ഞാൻ പഴയ ഫയലൊന്ന് തുറക്കുകയാണ്. ഓപ്പൺ റീസെൻ്റ്ലി നമ്മൾ സ്ക്രൈബസ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പ് തുറന്ന ഡോക്യുമെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഹൈഫനേഷൻ്റെ കാര്യം കൂടി നോക്കാം. ഇപ്പോൾ ഞാൻ ഈ സാധനത്തിനെ കോപ്പി ചെയ്യുന്നു, ഇവിടെ പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കുന്നു. ഹൈഫൻ രീതിയിലാണ് കിടക്കുന്നത്. ഞാൻ അതിനെ എളുപ്പത്തിൽ 2 കോളമാക്കാം. ഇവിടെ നോക്കിയാൽ അപ്പോൾ ഇത് എന്തായിട്ടില്ല, നമുക്ക് ഹൈഫനേറ്റ് ആയിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഹൈഫനേഷൻ കീവേഡ് സെറ്റ് ചെയ്തായിരുന്നു അല്ലേ മുമ്പ്. ഇവിടെ വന്നിട്ട് എക്സ്ട്രാസിൽ പോയ ഹൈഫനേറ്റ് ഇവിടെ Ctrl+H എന്നൊരു സാധനം ഇവിടെ കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് Ctrl+H ആ സാധനം ഓണാക്കണം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് Ctrl+H സെലക്ട് ചെയ്തു. എന്നിട്ട് Ctrl+H അമർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായി മാറി, ഇത് ഹൈഫനേറ്റായിട്ട് മാറിയത് നിങ്ങൾ കണ്ടു. പിന്നെ ഡീഹൈഫനേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് Ctrl+H സെലക്ട് ചെയ്യുന്നു, അപ്പോൾ അത് ഡീഹൈഫനേറ്റായി മാറിയത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫയലിൽ പ്രിഫറൻസിൽ കുറേ കാര്യങ്ങൾ നോക്കി. ഈ പ്രിഫറൻസിൽ എന്നുള്ളത് മൊത്തത്തിലുള്ള സംഗതി സെറ്റ് ചെയ്യാൻ, അത് നമ്മൾ ഒരു ഫയലും തുറക്കാതിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഫയലിൽ ഡോക്യുമെൻറ്റ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഒരു ഡോക്യുമെൻറ്റിനെ മാത്രം ബാധിക്കുന്നതാണ്. ഇത് ചെന്ന് മറ്റ് ഡോക്യുമെൻറ്റുകളെ ബാധിക്കില്ല. അതിൽ ഡോക്യുമെൻറ്റ് സെറ്റപ്പ് ഇംഗ്ലീഷ് മലയാളം വേണോ, അതുപോലെ നേരത്തെ പറഞ്ഞ ഐറ്റം ടൂൾസ്, ഫോൺസ്, ഹൈഫനേറ്റർ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സ്പെസിഫിക് ഡോക്യുമെൻറ്റിന് മാത്രം ചെയ്യുന്നതാണ് ഡോക്യുമെൻറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. മറ്റേത് മൊത്തത്തിലുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പൊതുവെയുള്ള സെറ്റിങ്സുകളെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ടെംപ്ലേറ്റിനെ അടിസ്ഥാനമാക്കി എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതും നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഈ വീഡിയോ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.